മൂസാ നബിയുടെ ചരിത്രം അധ്യായം 4. സാധാരണ തിരിച്ചു വരുന്ന സമയത്തിന് മുമ്പായിട്ട് പെൺമക്കൾ ആടുകളെയും തെളിച്ച് വീട്ടിലെത്തിയപ്പോൾ അവരുടെ പിതാവ് ഷുഐബ് ഒരു പ്രവാചകനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഷുഐബ് നബി അത്ഭുതത്തോടെ അവരോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര നേരത്തെ തിരിച്ചു വരാൻ കഴിഞ്ഞു? സാധാരണ നിങ്ങൾ വളരെ വൈകിയാണല്ലോ എത്താറുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിന്ന് ദൈവം ഒരു കാരുണ്യമുള്ള അല്ലെങ്കിൽ ദയാലുവായ ഒരു യുവാവിനെ ഞങ്ങൾക്ക് സഹായിക്കാനായി തന്നതുപോലെയുണ്ട്. ഒരു യുവാവ് ഞങ്ങളുടെ ആടുകളെ മുഴുവനും വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി സഹായിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് നേരത്തെ പോരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവിന് വളരെ അത്ഭുതമായി. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരിക്കലും ഉണ്ടാകാൻ വഴിയില്ല. ഏതോ പരദേശിയായിരിക്കാനാണ് സാധ്യത. അപ്പോൾ പിതാവ് ചോദിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ അദ്ദേഹം എവിടെയാണ്, എന്ത് ചെയ്യുകയാണ്, അത് അവിടെ നിന്ന് തിരിച്ചു പോയോ? അവർ പറഞ്ഞില്ല, അദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ നാട്ടുകാരനല്ല, ഏതായാലും ഒരു വഴിപോക്കനാണ്. പിതാവ് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര സഹായമാണ് ആ മനുഷ്യൻ ചെയ്തു തന്നത്. അതുകൊണ്ട് നമുക്ക് അയാളെ ഇന്നിവിടെ അതിഥിയായിട്ട് നമുക്ക് സ്വീകരിക്കാം, ഇവിടെ താമസിക്കാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ആ യുവാവിനെ കൂട്ടിക്കൊണ്ടുവരൂ. അങ്ങനെ മൂത്ത മകൾ പോയിട്ട് മൂസയോട് പറഞ്ഞു, എൻ്റെ പിതാവ് താങ്കളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, അതിഥിയായിട്ടാണ് താങ്കൾ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ മൂസ മനസ്സിൽ കരുതി, ദൈവം എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. എനിക്ക് ഒരഭയവും കിട്ടാതെ ഞാനിവിടെ വലയുകയായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയതാണ് എന്ന് മൂസാക്ക് ബോധ്യമായി. അങ്ങനെ മൂസ അവരുടെ മുന്നിൽ നടന്ന് അവരുടെ വീട്ടിലെത്തി. വൃദ്ധനായ പിതാവ് മൂസയോട് കാര്യങ്ങൾ ചോദിച്ചു. എന്താണ് ഇവിടെ വരാൻ കാരണം, എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? അപ്പോൾ മൂസ പറഞ്ഞു, നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഫറവോയുടെ കൊട്ടാരത്തിൽ ജനിച്ച കാര്യവും, അതുപോലെ ഒരു കിബിത്തി യുവാവും ഒരു ഇസ്രായേൽ യുവാവും തമ്മിലുണ്ടായ ശണ്ട, അതിൽ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അബദ്ധവശാൽ അയാൾ കൊല്ലപ്പെട്ടതൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ്.